പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 18. ബാബിലോണിൻ്റെ പതനം. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. എന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ, അവളിൽ നിന്ന് ഓടി അകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവീൻ. അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവീൻ. അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവീൻ. അവൾ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവീൻ. എന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ വിധവയല്ല, എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല. തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും, മരണവും വിലാപവും ക്ഷാമവും. അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും. അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ്. ജനങ്ങൾ ബാബിലോണിനെ കുറിച്ച് വിലപിക്കുന്നു. അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും ഭോഗജീവിതം നയിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയെരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും. അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും, കഷ്ടം മഹാനഗരമേ, സുശക്ത നഗരമായ ബാബിലോണെ, ഒരു വിനാഴിക കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞല്ലോ. ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. കച്ചവട സാധനങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, മൃദുല വസ്ത്രം, ധൂമ്രവസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധമുള്ള പലതരം തടികൾ, ദന്തനിർമ്മിതമായ വസ്തുക്കൾ, വിലയേറിയ തടി, പിച്ചള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ, കറുവാപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ, അടിമകൾ, അടിമകളല്ലാത്ത മനുഷ്യർ. നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി. ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു. അവയൊന്നും ഇനി ഒരിക്കലും നീ കാണുകയില്ല. അവൾ നിമിത്തം ധനികരായി തീർന്ന ഈ വ്യാപാരികൾ അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ അകലെ നിന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യും. മൃദുല വസ്ത്രവും ധൂമ്രവസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രത്നങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ, കഷ്ടം, കഷ്ടം! എന്നാൽ 1 മണിക്കൂർ നേരം കൊണ്ട് നിന്റെ ധനം അത്രയും ശൂന്യമാക്കപ്പെട്ടു. സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ മാറി നിന്നു. അവളുടെ ധൂമം കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെ എന്തുണ്ട്? അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു, മഹാനഗരമേ, കഷ്ടം, കഷ്ടം! കടലിൽ കപ്പലുകളുള്ളവരെല്ലാം നീ മൂലം സമ്പന്നരായി. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു. അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരികല്ല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും.
ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല. വീണ വായനക്കാരുടെയും ഗായകരുടെയും കുഴലൂതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനി ഒരിക്കലും നിങ്ങൾ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഉയരുകയില്ല. ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല. വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു. പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു. പ്രിയ ദൈവജനമേ, വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം നമ്മുടെ കാലഘട്ടത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അധ്യായം 18-ൽ മഹദിയാം ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ചുള്ള ശക്തമായ ദർശനമാണ് നാം കാണുന്നത്. ഈ ബാബിലോൺ എന്നത് തിന്മയുടെയും ലോകത്തിൻ്റെ സുഖലോലുപതയുടെയും പ്രതീകമാണ്. അവളുടെ വീഴ്ച ഭയാനകവും പെട്ടെന്നുള്ളതുമാണ്. അവളുടെ പാപങ്ങൾ ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രൗഢിയിലും സമ്പത്തിലും മതിമറന്ന് ദൈവത്തെ തള്ളിക്കളയുന്ന എല്ലാ വ്യവസ്ഥിതികളെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ മഹത്വം ക്ഷണികമാണെന്നും ദൈവത്തിൻ്റെ ന്യായവിധി കൃത്യസമയത്ത് ഉണ്ടാകും എന്നുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ദർശനത്തിൽ നിന്നുള്ള പ്രധാന ഉൾക്കാഴ്ച ഭൗതികമായ സമ്പത്തിലും അധികാരത്തിലും അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയും എന്നേക്കുമായി നിലനിൽക്കില്ല എന്നതാണ്. കാരണം അവ ദൈവത്തിൻ്റെ നീതിക്ക് വിരുദ്ധമാണ്. ബാബിലോൺ സമ്പന്നയായി ജീവിച്ചു, ആഡംബരങ്ങളിൽ മുഴുകി എന്നാണ് നാം 7-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇത് ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ധാർമ്മിക മൂല്യങ്ങളെ തകർക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും നേർക്കാഴ്ചയാണ്. ഈ നഗരം വ്യാപാരികളെ കൊണ്ട് നിറഞ്ഞിരുന്നു, എന്നാൽ അത് അന്ധകാരത്താൽ മൂടപ്പെട്ടിരുന്നു. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിൽ നാം വസിക്കുന്ന ഈ ലോകം തന്നെ ഒരു വലിയ ബാബിലോണായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. നാം ദൈവത്തെക്കാളും പണത്തെയും അധികാരത്തെയും ലൗകികതയും ജഡമോഹങ്ങളെയും ആരാധിക്കുന്നു. സഹോദരങ്ങളെ, ഈ പാഠഭാഗം പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നു. യേശയ്യായുടെ പുസ്തകത്തിൽ അധ്യായം 21-47, ജെറമ്യായുടെ പുസ്തകത്തിൽ അധ്യായം 50-51 എന്നിവയിലെല്ലാം പുരാതന ബാബിലോണിൻ്റെ പതനത്തെക്കുറിച്ച് പ്രവചനങ്ങളുണ്ട്. ഇസ്രായേൽ ജനത്തെ അടിമകളാക്കിയ ആ നഗരം നശിക്കുമെന്ന് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പഴയ നിയമ പ്രവചനങ്ങൾ വെളിപാട് പുസ്തകത്തിൽ പുതിയൊരു അർത്ഥം കണ്ടെത്തുന്നു. ഇവിടെ അത് എല്ലാ കാലത്തേക്കുമുള്ള തിന്മയുടെ സാമ്രാജ്യത്തിൻ്റെ പ്രതീകമായി മാറുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലെ ബാബിലോൺ എങ്ങനെ നശിച്ചുവോ അതുപോലെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന എല്ലാ ശക്തികളും നശിക്കുമെന്നതാണ് പ്രവചനപരമായ ബന്ധം. ഈ വെളിപാട് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശു നമ്മോട് ലോകത്തെ സ്നേഹിക്കരുതെന്നും ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെടരുതെന്നും ഉപദേശിച്ചിട്ടുണ്ട്. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല എന്ന അവിടുത്തെ വചനം മത്തായിയുടെ 6:24 ഈ അധ്യായത്തിൻ്റെ കാതലാണ്. ലൗകികമായ നേട്ടങ്ങൾക്കായി ആത്മീയതയെ ബലി കഴിക്കുന്നതിനെതിരെ യേശു ശക്തമായ താക്കീത് നൽകി. കൂടാതെ ലോകത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചും അവിടുത്തെ 2ാമത്തെ വരവിനെക്കുറിച്ചും യേശു നൽകിയ മുന്നറിയിപ്പുകൾ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ദർശനങ്ങൾക്ക് പുതിയ നിയമപരമായ പൂർണ്ണത നൽകുകയും ചെയ്യുന്നു. ചിലർക്കെങ്കിലും എന്നെ ശ്രവിക്കുന്ന ചില കുടുംബങ്ങൾ, വ്യക്തികൾ എന്നെ, എൻ്റെ കുടുംബത്തെ പലരും ഒറ്റപ്പെടുത്തുന്നു, ബന്ധുക്കൾ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ തോന്നിയെന്ന് വരാം. ഈ ലോകം നമ്മെ ദ്വേഷിക്കുന്നത് ക്രിസ്തുവിനെ ആദ്യമേ ദ്വേഷിച്ചത് കൊണ്ടാണ്. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് കർത്താവായ ഈശോ നമ്മോട് പറയുന്നു. യോഹന്നാൻ്റെ 15:18. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹം നിമിത്തം നാം ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് വേർപെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയുമാകുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സഹോദരങ്ങളെ, ഈ സമൂഹത്തിൻ്റെ വെറുപ്പ് ഒരു പരാജയത്തിൻ്റെ അടയാളമല്ല, മറിച്ച് നാം ക്രിസ്തുവിൻ്റേതാണെന്ന് ഉള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. യോഹന്നാൻ 15:19 പറയുന്നത് പോലെ കൃപയോടെ ഈ എതിർപ്പ് സഹിക്കുന്നത് നമ്മെ അന്ധകാരത്തിൽ നിന്ന് അവിടുത്തെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവിക സ്നേഹത്തിൻ്റെ ശക്തിക്ക് ഒരു സാക്ഷ്യമായി വർത്തിക്കുന്നു.
ഈ വെളിപാട് പുസ്തകം 18-ാം അധ്യായം ഈ തിരുവചന ഭാഗത്തിൻ്റെ പൂർണ്ണത നാം യേശുക്രിസ്തുവിൽ കണ്ടെത്തുന്നു. ലോകത്തിൻ്റെ സമ്പത്തും അധികാരവും ത്യജിച്ച് എളിമയുടെയും സേവനത്തിൻ്റെയും പാത തിരഞ്ഞെടുത്ത നമ്മുടെ കർത്താവായ യേശു യഥാർത്ഥ രാജ്യം സ്വർഗത്തിലാണെന്ന് നമ്മെ പഠിപ്പിച്ചു. ബാബിലോൺ ലോകത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാണെങ്കിൽ കർത്താവായ യേശു ദൈവരാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും പ്രതീകമാണ്. വറ്റാത്ത സ്നേഹത്തിൻ്റെ ഉറവിടം. അവിടുത്തെ ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും ലോകത്തിൻ്റെ വ്യവസ്ഥിതികളെ തകർക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്തി. ക്രിസ്തുവിലാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനവും നശിച്ചു പോകുന്ന ലോകത്തിനപ്പുറമുള്ള നിത്യജീവനും കണ്ടെത്താൻ കഴിയുന്നത്. അതിനാൽ ഈ ഉൾക്കാഴ്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി നാം സജ്ജരായിരിക്കണം. എൻ്റെ ജനമേ, അവളുടെ പാപങ്ങളിൽ പങ്കുചേരാതിരിക്കാനും അവളുടെ ബാധകൾ നിങ്ങളെയും ബാധിക്കാതിരിക്കാനും നിങ്ങൾ അവളിൽ നിന്ന് പുറത്തു വരുവീൻ എന്ന 4-ാം വാക്യം, ആ വ്യക്തമായ ആഹ്വാനം നാം ശ്രദ്ധിക്കണം. ലൗകികമായ സുഖഭോഗങ്ങളിൽ നിന്നും അഴിമതിയിൽ നിന്നും നാം അകന്നു നിൽക്കണം. നമ്മുടെ ഹൃദയത്തെയും ഭവനങ്ങളെയും ക്രിസ്തുവിൻ്റെ വരവിനായി വിശുദ്ധിയോടെ ഒരുക്കാം. നമ്മുടെ വിളക്കും എണ്ണയും തയ്യാറാക്കി ഉണർന്നിരിക്കുന്നവരായി നമുക്ക് കാത്തിരിക്കാം. പ്രിയ സഹോദര സഹോദരി, ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ ശക്തമാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ അതിനേക്കാൾ വലുതാണ്. ബാബിലോൺ തീർച്ചയായും വീഴും, എന്നാൽ ദൈവരാജ്യം എന്നേക്കും നിലനിൽക്കുന്നു. അതിനാൽ ഭയപ്പെടാതെ പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങാം. തിന്മയുടെ ശക്തികൾ നശിക്കുമെന്നും നന്മ വിജയിക്കുമെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കർത്താവിൽ ആശ്രയിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് നിത്യരക്ഷയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.